ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ഊട്ടുപുരയിലാണ്. ഊട്ടുപുര എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കത് അറിയുന്നുണ്ടാവില്ല. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന ആ സമയം മുതൽ നമ്മളെ വൈറ്റ് ഗാർഡ് അംഗങ്ങൾക്കും അവിടെ രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഓരോ ആൾക്കാർക്കും ഭക്ഷണം വിളമ്പിയുന്ന ഒരു ഊട്ടുപുര ഉണ്ടായിരുന്നു. നമ്മളെ വൈറ്റ് ഗാർഡിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്ന ഒരു ഊട്ടുപുര ആയിരുന്നു. നമ്മളെ വൈറ്റ് ഗാർഡ് അംഗങ്ങളും അവിടെയുള്ള രക്ഷാപ്രവർത്തകരും എല്ലാം ഭക്ഷണം കഴിച്ചിരുന്നു. അവിടെ വരുന്ന എന്ത് സേവനത്തിന് വരുന്ന ഓരോ വ്യക്തികളും ആ ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് വിശപ്പ് കയറ്റുന്നത് ഈ ഊട്ടുപുരയിലെ ഭക്ഷണം കഴിച്ചിട്ടായിരുന്നു. അത്രയും ദുരന്തം നടന്നപ്പോഴും ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് വിശപ്പടക്കിയിരുന്ന അത്രയും നല്ല കാര്യങ്ങൾ പോലും സഹിക്കാൻ പറ്റാത്ത ആ ഊട്ടുപുര അടപ്പിച്ച ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. അത്രയും കഷ്ടപ്പെട്ട് മനുഷ്യന്മാർ അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്ന ആ സമയത്തും. അപ്പം അന്ന് അവിടേക്കുള്ള വരുന്ന ഓരോ രക്ഷാപ്രവർത്തകർക്കും അവിടെയുള്ള നാട്ടുകാർക്കും ഒക്കെ എല്ലാവർക്കും ഭക്ഷണം നൽകിയിരുന്ന ഊട്ടുപുരയാണ് ജസ കാറ്ററിങ് കുറ്റ്യാടി. അവർ തന്നെയാണ് നാളെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് താക്കോൽദാനം നടക്കുന്ന സമയത്തുള്ള 7000 ആളുകൾക്കുള്ള ഭക്ഷണ കിറ്റ് കൊടുക്കുന്നത്. അതിനുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ട് ഇവരെന്നാണ് ഇവിടെ ഭക്ഷണം പാകം ചെയ്തിട്ട് നാളെ കിറ്റുകളാക്കിയിട്ട് വരുന്ന ഓരോ വ്യക്തികൾക്കും കൊടുക്കുന്നത്. 7000 ആളുകൾക്കുള്ള ഭക്ഷണ കിറ്റാണ് ഇവരിവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാ സാധനങ്ങളും അവരെന്നെ കൊണ്ടുവന്നിട്ട് അവരെന്നെ പാകം ചെയ്തിട്ട് അവരെന്നെ കിറ്റുകളാക്കിയിട്ടാണ് നാളെ വരുന്നവർക്കുള്ള വിതരണം ചെയ്യുന്നത്. നാളെ 4 മണിക്കാണ് താക്കോൽദാനം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം നോമ്പ് തുറക്കാനുള്ള ഭക്ഷണ കിറ്റാണ് കേട്ടോ ഇവർ റെഡിയാക്കുന്നത്. അതിനുള്ള ജ്യൂസ് ുള്ള ബോട്ടിൽസ്, ഭക്ഷണം കൊടുക്കുന്നുള്ള കണ്ടെയ്നർ, നോമ്പ് തുറക്കുന്നുള്ള ഈത്തപ്പഴം, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നാളത്തെ ആവശ്യത്തിനുള്ള എല്ലാ ഭക്ഷണ സാധനത്തിനുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവരവിടുന്ന് ഡയറക്റ്റ് കൊണ്ടുവന്നിട്ടാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത്.